ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസുഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ ഖബലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വആമ വമാ കാനൂ ഖാലിദീൻ. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് അംബിയായിലെ 7, 8, 9, 10 വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ അവിശ്വാസികളായ ആളുകളുടെ ചില ദുസ്സമ്പ്രദായങ്ങളും അതിന് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന താക്കീതുകളുമെല്ലാമാണ് കണ്ടത്. അതായത് 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞല്ലോ, ഏതൊരു നാട്ടിലേക്ക് പ്രവാചകന്മാരെ നിയോഗിക്കുമ്പോഴും അവരിലെ ന്യൂനപക്ഷങ്ങളല്ലാതെ അവരിൽ വിശ്വസിക്കാറില്ല എന്നും അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളെ ഞാൻ ശിക്ഷ ഇറക്കിയിട്ട് അവരെ ആ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്നും അങ്ങനെയുള്ള ആളുകളൊന്നും ഏതൊരു ശിക്ഷ കണ്ടിട്ടും ഏതൊരു തെളിവ് കണ്ടിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല എന്നും പിന്നെ എങ്ങനെയാണ് ഇവർ വിശ്വസിക്കുക എന്നുമെല്ലാം ചോദിച്ചിട്ടാണല്ലോ 6-ാമത്തെ ആയത്ത് നമ്മൾ വായിച്ചത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ വലിയൊരു വാദമായിരുന്നു എന്തുകൊണ്ട് പ്രവാചകൻ മനുഷ്യനിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത്. റസൂലുകൾ മലക്കുകളായിരിക്കണമെന്നും ഈ വന്ന റസൂൽ ഒരു നബി മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾ പ്രവാചകനായി അംഗീകരിക്കുവാൻ ഞങ്ങൾക്കാവില്ല എന്നും എല്ലാം പറഞ്ഞിരുന്ന അവരുടെ ആ ജൽപ്പനങ്ങൾ നിരർത്ഥകമാണ് എന്നും ഇതെല്ലാം വാസ്തവ വിരുദ്ധവുമാണ് എന്ന് അള്ളാഹു തെളിയിക്കുന്ന ഒരു ആയത്താണ് ഇന്ന് നമ്മൾ ഓതി വെച്ച 7-ാമത്തെ ആയത്ത്. എന്താണ് അള്ളാഹു പറയുന്നത്? വമാ അർസൽനാ ഖബലക, നിനക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, ഇല്ലാ റിജാലൻ, പുരുഷന്മാരെ അല്ലാതെ, നൂഹി ഇലൈഹിം, അവർക്ക് വഹ്യ് നൽകുന്നതായിട്ട്, ഫസ്അലൂ, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചു നോക്കുവിൻ, അഹ്ല ദിക്രി, ബോധനത്തിന്റെ ആൾക്കാരോട്, ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത ആളുകൾ ആണ് എങ്കിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ എന്താണ്? റസൂലുകൾ മലക്കുകളായിരിക്കുമെന്നും നബി ഒരു മനുഷ്യനായതിനാൽ പ്രവാചകനാകാൻ നിവർത്തിയില്ല എന്നുമുള്ള ഇത്തരക്കാരുടെ വർത്തമാനങ്ങളെ പൊളിക്കുകയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. സത്യത്തിൽ എന്താണ് അള്ളാഹു പറയുകയാണ്, മുമ്പ് വന്നുപോയ പ്രവാചകന്മാർ മുഴുവൻ അവര് റിജാലുകളായിരുന്നു, അവരിലേക്കാണ്, മനുഷ്യരിലേക്കാണ് വഹ്യ് കൊടുത്തുകൊണ്ട് ഞാൻ മുഴുവൻ പ്രവാചകന്മാരെയും അയച്ചത്. ഇനി നിങ്ങൾക്കതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞു പോയ അഹ്ലു ദിക്റിനോട്, അഹ്ലു ദിക്ർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജൂതരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ആളുകളാണ് അല്ലേ. അവർക്ക് ശരിക്കും അറിയാലോ, വേദക്കാരോട് നിങ്ങൾ ചോദിച്ചറിയണം എന്നാണ് പറയുന്നത്. അവരിലേക്ക് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ടല്ലോ. ആ പ്രവാചകന്മാർ വന്ന ആ വേദക്കാരോട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ഇതേ വിഷയം വരുന്ന ഒരായത്ത് സൂറത്ത് റഅദിന്റെ 38-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് മുമ്പ് വഹ്യ് നൽകപ്പെട്ടുകൊണ്ട് റസൂലുകളായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു, അവർ പുരുഷന്മാരായിരുന്നു.
ആരും മലക്കുകളായിരുന്നില്ല, സ്ത്രീകളായിരുന്നില്ല. മനുഷ്യ സഹജമായ ഭക്ഷണം മുതലായ ആവശ്യങ്ങളും മരണവും ഒക്കെ അവരെയും ബാധിച്ചിരുന്നു. മറ്റുള്ളവരെ പോലെ ഭാര്യ മക്കളൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നൊക്കെ അള്ളാഹു വളരെ വിശാലമായിട്ട് പറയുന്നതായിട്ട് സൂറത്ത് റാഅദിന്റെ 38 നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. എന്താണ്? വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ ലികുല്ലി അജലിൻ കിതാബ്. ഇങ്ങനെയാണ് ആയത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ ഈ വാദം നിരർത്ഥകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പൊളിച്ചു കൊടുക്കുകയാണ്. ഏതായാലും നമുക്കറിയാം, മനുഷ്യവർഗത്തെ ഉപദേശിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ആള് മനുഷ്യനല്ലാതിരിക്കുന്ന പക്ഷം അതിലുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, അതിൻ്റെ അപ്രായോഗികമായ ഒരവസ്ഥ, അത് കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നതായിരിക്കുമെന്നാണ്. കാരണം അദ്ദേഹം അല്ലെങ്കിൽ ആ വരുന്ന ദൂതൻ ഒരു മലക്കിൻ്റെ രൂപത്തിൽ വരിക എന്നുള്ളത്, മനുഷ്യരിലേക്ക് വരിക എന്നുള്ളത് അതെന്തായാലും സാധ്യമല്ലല്ലോ. മലക്കിൻ്റെ പ്രകൃതിയോടുകൂടി പ്രത്യക്ഷപ്പെടുകയാണ് എങ്കിൽ മനുഷ്യർക്ക് അദ്ദേഹവുമായി ഒരിക്കലും ഇടപെടാനോ സമ്പർക്കം പുലർത്താനോ അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കാനോ സാധ്യമല്ലല്ലോ. ഇനി മനുഷ്യരൂപത്തിലാണെങ്കിലോ, മലക്കിനെ ഒരു മനുഷ്യരൂപത്തിലാക്കിയാണ്ട് അയച്ചാലോ, ഇപ്പോഴുള്ള സംശയം അപ്പോഴും നിലനിൽക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് അൻആമിന്റെ 9-ാം വചനത്തിലൂടെ അതും വ്യക്തമാക്കുന്നുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്: വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വല ലബസിനാ അലൈഹിം മാ യൽബിസൂൻ എന്നാ പറയുന്നത്. എന്താ? നാം അദ്ദേഹത്തെ ഒരു മലക്കാക്കുന്ന പക്ഷം, അതായത് ഇവരിലേക്ക് നിയോഗിക്കുന്ന ദൂതനെ ഒരു മലക്കാക്കുന്ന പക്ഷം, അതൊരു അദ്ദേഹത്തെ ഞാനൊരു പുരുഷനാക്കേണ്ടി വരികയും, അപ്പോൾ പുരുഷനാക്കുമ്പോൾ അവർക്കിപ്പോൾ ഓൾറെഡി ഉള്ള ആ സംശയം അതിൽ തന്നെ അവർ സംശയാലുക്കളായിരിക്കുകയും ഉണ്ടാകും എന്നാണ് അള്ളാഹു പറയുന്നത്. സൂറത്ത് അൻആമിന്റെ 9-ാമത്തെ ആയത്തെടുത്ത് വായിച്ചാൽ നമ്മൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മലക്കിനെ മനുഷ്യരൂപത്തിലാക്കുന്നതാണല്ലോ സൗകര്യപ്രദം. അപ്പോഴും അവര് അതിൻ്റെ അഥവാ ദൂതൻ്റെ അസ്തിത്വത്തെ പറ്റിയും ഒക്കെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ ആകുക എന്ന് പറഞ്ഞാൽ അതൊരു സംശയത്തിനിട വരുമല്ലോ. സത്യത്തിൽ മനുഷ്യരിലേക്ക് വഹിയുമായിട്ട് വരാൻ നല്ലത് മനുഷ്യൻ തന്നെയാണ്, മലക്കല്ല എന്ന് അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ, വന്നത് മുഴുവൻ മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്ന ആ കാര്യത്തെ, അതിൻ്റെ നിരർത്ഥകതയെ അള്ളാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി 8-ാമത്തെ ആയത്തിൽ എന്താ അല്ലാഹു പറയുന്നത്? വമാ ജഅൽനാഹും ജസദൻ ഇല്ലാ യഅകുലൂന ത്വഅമ വമാ കാനൂ ഖാലിദീൻ. വമാ ജഅൽനാഹും എന്ന് പറഞ്ഞാൽ അവരെ നാം ആക്കിയിട്ടില്ല, ആ വരുന്ന ദൈവദൂതരെ നാം ആക്കിയിട്ടില്ല ജസദൻ, ശരീരമുള്ളവരായിട്ട്. എങ്ങനെയുള്ള ശരീരം? ലാ യഅകുലൂന ത്വഅമ, ഭക്ഷണം കഴിക്കാത്ത, അതായത് അന്നം തിന്നാത്ത ശരീരമുള്ളവരാക്കിയിട്ട് നാം അവരെ ആക്കിയിട്ടില്ല. വമാ കാനൂ ഖാലിദീൻ, അവരൊന്നും ഇവിടെ നിത്യ ജീവികളായിരുന്നതുമില്ല. ഈ ഭൂമി ലോകം വിട്ട് ഓരോ പ്രവാചകന്മാരും മരിച്ചു പോയിട്ടുണ്ട്. അതാണ് വമാക്കാനു, അവരായിരുന്നില്ല ഖാലിദീൻ, ഇവിടെ ഖാലിദീങ്ങളായിരുന്നില്ല, മരിക്കാത്തവരായിരുന്നില്ല എന്നർത്ഥം. നിത്യജീവികളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മരിക്കാതെ നിലനിൽക്കുന്നവർ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, എങ്ങനെയുള്ള മനുഷ്യരെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമി ലോകത്തേക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചത് എന്നാണ്. ഭക്ഷണം കഴിക്കുന്ന, മരണമുള്ള, സാധാ മനുഷ്യന്മാരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളുകളെയാണ് മനുഷ്യരായിട്ട് വിട്ടിട്ടുള്ളത്. പക്ഷെ അവരുടെ പ്രത്യേകത അവയിലേക്ക് വഹി ഇറക്കി കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ് 9-ാമത്തെ ആയത്തിലൂടെ: ثُمَّ صَدَقْنَاهُمُ الْوَعْدَ فَأَنْجَيْنَاهُمْ وَمَنْ نَشَاءُ وَأَهْلَكْنَا الْمُسْرِفِينَ. ثُمَّ صَدَقْنَاهُمْ, പിന്നെ അവർക്ക് നാം സത്യമാക്കി കാണിച്ചു കൊടുത്തു, അവർക്ക് നാം സത്യപ്പെടുത്തി കൊടുത്തു. എന്ത്? അൽ-വഅദിനെ, നിശ്ചയത്തെ, വാഗ്ദാനത്തെ. ഫഅൻജൈനാഹും, അങ്ങനെ അവരെ നാം രക്ഷപ്പെടുത്തി. വമൻ നശാഉ, ആരെ? ഉദ്ദേശിക്കുന്നവരെ മാത്രം. വഅഹ്ലക്നൽ മുസ്രിഫീൻ, അതിര് കവിഞ്ഞവരെ നാം നശിപ്പിക്കുകയും ചെയ്തു. അവരോടുള്ള വാഗ്ദാനത്തിൽ കുറെ കാര്യങ്ങൾ അവരോട് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ. ആ വാഗ്ദാനങ്ങളെല്ലാം സത്യസന്ധമായി നാം അവരോട് പാലിച്ചു. അവരെയും നാം ഉപദേശിക്കുന്നവരെയും നാം രക്ഷപ്പെടുത്തി. വന്ന പ്രവാചകന്മാരെയും
അവർ പറയുന്ന ഉപദേശങ്ങളെ സ്വീകരിക്കുന്ന ആളുകളെയും, അതാണ് വമന്നശ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വന്നുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ കേൾക്കുന്ന വിശ്വാസികളെയും ആ പ്രവാചകന്മാരെയും നാം രക്ഷപ്പെടുത്തി. അതിര് കവിഞ്ഞ ആളുകളെയെല്ലാം നാം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. മുസ്രിഫീങ്ങളെ നാം നശിപ്പിച്ച് കളയുകയും ചെയ്തു. അപ്പോൾ നമ്മളിവിടെ 9-ാമത്തെ വചനം വിശ്വാസികൾക്കൊരു താക്കീതാണ്. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരായി നിയോഗിക്കപ്പെട്ടിരുന്ന ആ ദൂതന്മാരെ നിഷേധിച്ചവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാരെയും അവരിൽ വിശ്വസിച്ച വിശ്വാസികളെയും നാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അല്ലാഹു അവർക്കൊരു താക്കീതായിട്ട് നൽകുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ലാസ്റ്റായിൽ അല്ലാഹു പറയുന്നത് വലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീ ദിക്റുക്കും അഫലാ തഅഖിലൂൻ. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബ, തീർച്ചയായും നാം നിങ്ങൾക്കൊരു വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു. എങ്ങനെയുള്ള വേദഗ്രന്ഥമാണ്? ഫീഹി ദിക്റുക്കും, നിങ്ങൾക്കുള്ള ഉപദേശം അതിലുണ്ട്. ആ വേദഗ്രന്ഥത്തിൽ നിങ്ങൾക്കുള്ള ഉപദേശമുണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താണ് അഖില് കൊടുത്ത് ചിന്തിക്കാത്തത്? ആ വേദഗ്രന്ഥത്തെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാത്തത് എന്ന്. ഈ ചോദ്യം നമ്മളെയെല്ലാം തൊട്ടുണർത്തേണ്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം, നമുക്കുള്ള മുഴുവൻ സാരോപദേശങ്ങളും അടങ്ങിയതാണ് പരിശുദ്ധ വേദഗ്രന്ഥം എന്നുള്ളത്. നാം എങ്ങനെ ജീവിക്കണം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു കാറ്റലോഗായി നമ്മൾ കൊണ്ട് നടക്കേണ്ട പഠിക്കേണ്ട ഈ ഒരു വേദഗ്രന്ഥം എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ അക്കില് കൊടുത്ത് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തത്, പഠിക്കാത്തത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നിങ്ങൾ ഖുർആനിനെ സംബന്ധിച്ച് തദബ്ബുർ ചെയ്യുന്നില്ലേ, ഉറ്റാലോചിച്ച് നിങ്ങൾ പഠിക്കുന്നില്ലേ? അപ്പോൾ നമുക്കറിയാം സൂറത്ത് ഖമറിൽ ആണയിട്ട് 4 പ്രാവശ്യം ആവർത്തിച്ച് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ നാം നിങ്ങൾക്ക് ഉത്ബോധനമായിട്ട് എളുപ്പമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ആരുണ്ട് അതിനെ ഉറ്റാലോചിച്ച് പഠിക്കാൻ എന്നാണ്. ആ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി. എന്നാൽ അതിൻ്റെ 2-ാമത്തെ ഭാഗം ഫഹൽ മിൻ മുദ്ദക്കിർ, അത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു ചോദ്യം ആണല്ലേ. ആരുണ്ട് അതിനെ ഉറ്റാലോചിച്ച് പഠിക്കുവാനെന്ന്. അപ്പോൾ ഒരു റഹബത്തും റഹബത്തുമുള്ള ഈ ഒരു വചനം നമ്മളെല്ലാം ശ്രദ്ധാപൂർവം ഈ ഒരു ചോദ്യത്തിനോട്, ആരുണ്ട് ഉറ്റാലോചിച്ച് പഠിക്കുവാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യങ്ങളും പ്രസ്താവനകളുമെല്ലാം യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന നല്ലവരായ ആളുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും അതിലുള്ള ഓരോ ദിക്റുകളും സാരോപദേശങ്ങളും താക്കീതുകളും സന്തോഷവാർത്തകളും ശിക്ഷകളെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.